അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 26-ാമത്തെ പാഠം അദ്ദറസുൽ സാദിസു വൽ ഇശ്റൂൻ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനു ചെയ്തു എന്നോ എന്തിന് അങ്ങനെ ചെയ്തു എന്നോ ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിൻ്റെ അക്രമമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല. എപ്പോഴും പുഞ്ചിരി തൂകും. പൊട്ടിച്ചിരിക്കില്ല. തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പു തറച്ച് പറഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്ത് തടവിയപ്പോൾ പൂർവ്വസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ശിഫാ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു ക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവ്വ എന്ന അടയാളമുണ്ട്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. ലസ്തു ക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ അവിടെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരത് വായിച്ച് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് പരിശോധിക്കാം. അദ്ദറസു സാദിസു വൽ ഇശ്റൂൻ, 26-ാമത്തെ പാഠം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഒന്നാമത്തെ ചോദ്യം കാണാം. നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എൻ്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? ഇനി രണ്ടാമത് കാണാം. പേടിക്കാനൊന്നുമില്ല. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിൻ്റെ അക്രമമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. മൂന്നാമത്തത് കാണാം. രണ്ടാമത്തെ വർക്ക് നക്തുബു മുദക്കിറ, ചർച്ച. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവ എന്ന അടയാളമുണ്ട്. ഇനി അത് രണ്ട് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീർ പുരട്ടിയപ്പോൾ പാമ്പു കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അമ്പു തറച്ച് തൂങ്ങിയ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്ത് തടവിയപ്പോൾ പൂർവ്വസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ഷിഫാ ലഭിച്ചു. മൂന്നാമത്തത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകൾ. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളാണ്. ഇനി 4 കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. ഇനി അവിടെ കാണാം നെസ്ലു ചേരുമ്പടി ചേർക്കുക. മൂന്നാമത്തെ വർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ. സി ആണ് ഉത്തരം, പട്ടിനേക്കാൾ മിനുസം. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ. ഡി ആണ് ഉത്തരം, ശമനൌഷധം. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം. ബി ആണ് ഉത്തരം, ചുവപ്പ് കലർന്ന വെളുപ്പ്. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം. എ ആണ് ഉത്തരം, ഒത്ത ഉയരം. ഇനി അവിടെ കാണാം തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന വിഷയത്തിൽ അല്പസമയം സംസാരിക്കും. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല, തമാശയായിട്ട് പോലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മഹത്വമുള്ള ആളാണ്. ഇനി അതിൽ 5-ാമത്തെ വർക്കാണ് നഖ്റഉ നക്തുബുൽ മഅന. വായിച്ച് അർത്ഥം എഴുതുക. അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മലുന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നു. അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു. അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠരായിരുന്നു. അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ജഉന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ധീരരായിരുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കിതാബുകൾ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.